തിരുമേനി? അത്ര ശുഭകരമായ രാശി അല്ലല്ലോ സത്യാമ്മയെ കാണുന്നത്. ഈ വീടിനെ ചുറ്റിയുള്ള ദോഷങ്ങൾ ഇനിയും മാറിയിട്ടില്ല. തിരുമേനി പറഞ്ഞ ദോഷപരിഹാരങ്ങളൊക്കെ ചെയ്തിരുന്നു. വീട്ടിൽ നിന്ന് പുറത്താക്കിയ കുഞ്ഞിനെ മടക്കിക്കൊണ്ടുവന്ന് അന്നവും നൽകി. ചില ശാപങ്ങൾ ഈ വീടിനെ ചുറ്റിപ്പറ്റി നിൽക്കുന്നുണ്ടെന്ന് പറഞ്ഞിരുന്നല്ലോ തിരുമേനി. അത്രയും നല്ലത്. ശാപങ്ങൾ ഒഴിവായി. പക്ഷേ ഒരു കൈക്കുഞ്ഞിന്റെ മരണം, ഐശ്വര്യദേവതയുടെ പടിയിറക്കം, വിരഹം, കണ്ണുനീര്, ഇതൊക്കെയാണ് മുന്നിൽ കാണുന്നത്. തിരുമേനി, അതെങ്ങനെ? ശാപമല്ല സത്യാമ്മേ. ഇക്കുറി ഒരു ആത്മാവിന്റെ അപ്രീതിയാണ് സത്യാമ്മയുടെ വീടിനെ ചുറ്റിത്തിരിയുന്നത്. തിരുമേനി, ആരുടെ കാര്യം പറയുന്നേ? പേരു പറയാൻ നിർവാഹമില്ല സത്യാമ്മേ. തിരുമേനി എന്തോ പറയുന്നേ? ഈ ആത്മാവെന്ന് പറയുന്ന ഒരു ചൈതന്യം മാത്രമല്ലേ? അതിന് ഈ കൈകാലുകളോ ശക്തിയോ ഒക്കെ ഉണ്ടോ? ഈ സീരിയലിൽ കാണുന്ന പോലെ ആരെങ്കിലൊക്കെ കഴുത്തേരിക്കാനൊക്കെ ആത്മാവിനെ കൊണ്ട് പറ്റൂ? രാഘവൻ നായർ പറയുന്നത് തന്നെയാ ഞാനും പറയുന്നത്. സാധ്യമല്ല. ജീവനുള്ള ഒരു ശരീരത്തിൽ ആത്മാവിന്റെ സാന്നിധ്യമുണ്ടെന്ന് സമ്മതിക്കുമല്ലോ. അതെപ്പോഴും അവിടെ ഉണ്ട്. പക്ഷേ നാം അത് തിരിച്ചറിയുന്നില്ല. നമ്മുടെ ചിന്തകളും ശബ്ദങ്ങളുമാണ് പലപ്പോഴും ആത്മാവിനെ നമ്മിൽ നിന്നും മറയ്ക്കുന്നത്. കുറച്ചു നേരം കണ്ണടച്ച് ഏകാഗ്രചിത്തനായിരിക്കൂ. നമ്മുടെ ഹൃദയം ഇടിക്കുന്നുണ്ട്, നമ്മൾ ശ്വാസോച്ഛ്വാസം ചെയ്യുന്നുണ്ട്, നമ്മുടെ ഞരമ്പിലൂടെ രക്തം ഓടുന്നുണ്ട്. ഇതിനെല്ലാമുള്ള ശക്തി എവിടെ നിന്ന് വരുന്നു? ആത്മാവിൽ നിന്നും. ഇതേ ആത്മാവ് ശരീരം വിട്ടൊഴിയുമ്പോഴല്ലേ മനുഷ്യന്റെ ശരീരം കിളിയൊഴിഞ്ഞ കൂടുപോലെ മൃതമാകുന്നത്? ശരീരം വിട്ടൊഴിയുന്ന ഈ ശക്തി എവിടേക്ക് പോകുന്നു? മോളെ, ഈ വില നീ ഈ വീട്ടിൽ പാലിച്ചോണം. ഈ വീട്ടിലെ മരുമോളാ നീ. അമ്മയ്ക്ക് ഹിന്ദിയൊക്കെ നന്നായി അറിയാലോ. പിന്നെ നാഷണൽ പൊളിറ്റിക്സിൽ മുഴുവൻ മാർവാടികളല്ലേ. മുസ്തഫ, വണ്ടി എടുത്തോ. മുസ്തഫ, സുസ്മിതയ്ക്ക് ഡോർ തുറന്നു കൊടുക്ക. ശിവനെ, എന്തായി തീരുന്നു? അല്ല, മോൻ ഇറങ്ങുന്നില്ലേ? ഞാന് ഇറങ്ങണോ? അത് ശരിയാ. മോൻ അവിടെ ഇരുന്നോ. രാമചന്ദ്രന് ഒരു സർപ്രൈസ് കൊടുക്കാൻ നമുക്ക്. ശിവനെ, നീ രക്ഷിച്ചു. സർപ്രൈസ് നല്ലതാ. വാ മോളെ. അമ്മ, ഇതൊക്കെ ഇങ്ങനെ തന്നെയാണോ വേണ്ടേന്നൊരു സംശയം. അല്ല, അവര് നിലവിളക്കൊക്കെ തന്നല്ലേ എന്നെ സ്വീകരിക്കണ്ടേ? കൊള്ളാം, സ്വീകരിച്ചത് തന്നെ. സാരമില്ല മോളെ. ആ രാമേന്ദ്രൻ വന്ന് നമ്മളെ വെല്ലുവിളിച്ചിട്ട് പോയതല്ലേ. നിന്റെയും ജഗദീപിന്റെയും കല്യാണം നടത്താൻ സമ്മതിക്കില്ലെന്നും പറഞ്ഞ്. അയാൾക്കാദ്യം ഒരു യമണ്ടൻ ഷോക്ക് കൊടുക്കണം. അവര് ഭാര്യയും ഭർത്താവും ആദ്യം മേഘത്തിന് മുകളിൽ നിന്നും ഭൂമിയിലേക്ക് ഇറങ്ങി വരട്ടെ. എന്നിട്ടൊപ്പിക്കാം നമുക്ക് നിലവിളക്കും നിറപറയും ഒക്കെ. നീ വാ. വാ. നിർത്ത്. ഈ
ഈ കാണുന്നതാണ് നിങ്ങൾ പറയുന്ന ജഗദീപ്? ആ അതെ. ഇവനെ പക്കാ ഫ്രോഡാ. ഇവന്റെ ശരിക്കുള്ള പേരെന്താന്ന് പോലും എനിക്കറിയില്ല. ഗസറ്റ് പരസ്യം കൊടുത്ത് ജഗദീപ് എന്ന് പേര് മാറ്റിയിരിക്കുക. ചിറക്കൽ രാമചന്ദ്രന്റെ മകനാണെന്ന് പറഞ്ഞ് ഇവൻ കാണിച്ച തട്ടിപ്പിനെല്ലാം എവിടെ നിന്നെല്ലാം ഞാൻ തല്ലുകൊണ്ടെന്ന് എനിക്ക് തന്നെ അറിയില്ല. എടി ഇങ്ങോട്ടൊന്ന് വന്നേ. വാ വാ ഇങ്ങോട്ട്. ഇങ്ങോട്ട് വരാൻ. ഇല്ലെന്ന് തോന്നുന്നു. എത്രയും പെട്ടെന്ന് ഒരു ഇടികിട്ടാത്ത ദൂരത്തെത്തിക്കഴിഞ്ഞാൽ അത്രയും നല്ലത്. ആകെ ഇല്ലെന്ന് തോന്നുന്നു. ചിലപ്പോ കാറ് പോയതുകൊണ്ട് തള്ളയും മോളും ഒന്നും ഉടനെ പിന്നാലെ വരുമെന്ന് പേടിക്കണ്ട. നമ്മൾ എത്ര കണ്ടേക്കുന്നു. ഒന്ന് പെട്ടെന്ന് പോണേ. എന്താ അത്ര തിരക്ക്? എടോ ഒരു വണ്ടി പിടിക്കാനാ. ട്രെയിനാണോ? അല്ല. പിന്നെ KSRTC ബസ് വല്ലതും തടഞ്ഞു പിടിക്കാനാണോ? അല്ല, ഒരു കാറാ. എന്തിനാണോ വണ്ടി നിർത്തിയത്? ചേച്ചിമാർ ഇങ്ങോട്ടൊന്ന് ഇറങ്ങിക്കേ. എടോ കാര്യം എന്താന്ന് വെച്ചാ പറ. ഓടുന്ന വണ്ടിയെ തടഞ്ഞിട്ട് പിടിക്കാന്ന് പറഞ്ഞാലേ അത് വലിയ കുറ്റമല്ലേ ചേച്ചി? നമ്മളെ വിട്ടേക്ക്. എടോ എനിക്ക് വയ്യ വള്ളിക്കെട്ട് പിടിക്കാൻ. എടോ ഇത് മറ്റു വല്ലവരുടെയും വണ്ടിയല്ല, ഞങ്ങളുടെ കാറ് പുറത്ത് മോഷ്ടിച്ചോണ്ട് പോയി. അവനെ പിന്തുടർന്ന് പിടിക്കാനാ. സത്യമാണല്ലോ അല്ലേ? എടോ സത്യമാണെന്ന് പറഞ്ഞില്ലേ? എല്ലാത്തിന്റെ റിസ്ക് ഞങ്ങൾ ഏറ്റെടുത്തു. ഈ കൊച്ചിനെയൊക്കെ കണ്ടിട്ട് ആകെ ഒരു വശപ്പശ കാണല്ലോ, അതാ. എടോ അതൊക്കെ തന്നെ തോന്നല. താൻ വർത്താനം പറഞ്ഞു നിന്ന് സമയം കളയല്ലേ. നിങ്ങൾക്ക് പോലീസിൽ അറിയിച്ചാ പോരെ? എടോ അതിനൊന്നുമുള്ള സമയമില്ല. താനൊന്ന് വണ്ടി എടുത്ത് സഹായിക്കും. അങ്ങനെ മര്യാദക്ക് പറ. ജീവിക്കണമെങ്കിൽ ഏതൊക്കെ എരപ്പിന്റെ കാല് പിടിക്കണം. വല്ലതും പറഞ്ഞായിരുന്നോ? ഇല്ലേ. ഇത് ഓടുന്ന പോലെ നിർത്താനും പറ്റുന്ന വണ്ടിയാ, അത് ഓർമ്മ വേണം. നിക്കാനാ പറഞ്ഞത്. ശ്യാമേ നിക്ക്. ശ്യാമേ ശ്യാമേ നിക്കാൻ. എന്റെ ദേഹത്ത് തുടരുന്ന പറഞ്ഞിട്ടില്ല ഞാൻ. ശ്യാമേ മിണ്ടരുത്, മിണ്ടി പോകരുത് നിങ്ങള്. എന്റെ ജീവിതം നശിപ്പിച്ചപ്പോ തൃപ്തിയായില്ല നിങ്ങക്ക്? ശ്യാമേ ഞാൻ എല്ലാം കണ്ടില്ലേ നിങ്ങള്? കണ്ടിട്ട് തൃപ്തിയായില്ലേ? എന്റെ ജീവിതം നശിച്ചു. ശ്യാമേ ഒന്ന് പതുക്കെ പറയേ, ആൾക്കാർ കേൾക്കും. കേക്കട്ടെ, കേൾക്കുന്നവരെല്ലാരും കേക്കട്ടെ. എനിക്കിനി മുന്നും പിന്നെ ഒന്നും നോക്കാനില്ല. നിങ്ങളെ കാണുന്ന തന്നെ എനിക്ക് ഉറപ്പാ. പോയെന്റെ മുന്നിന്ന്. ശ്യാമേ എങ്ങോട്ടാ നീ പോന്നെന്ന് പറ. ഞാൻ എങ്ങോട്ട് പോയാ നിങ്ങൾക്ക് എന്താ? ഓ, ഭർത്താവിന്റെ അധികാര പ്രകടനമായിരിക്കും അല്ലേ? അതെന്റെ അടുത്ത് വേണ്ട. പിന്നെ എങ്ങോട്ടാ പോണേന്ന് അറിയണമെന്ന് അത്രയ്ക്ക് അത്യാവശ്യമാണെങ്കിൽ കേട്ടോ. ചാകാനാ, ചാകാൻ. ജീവിതത്തിലെ സകല പ്രതീക്ഷകളും നശിച്ച എനിക്ക് അതേ ഉള്ളൂ ഒരാശ്രയം. ശ്യാമേ. ഹലോ ബോസേ, ഞാൻ സരളയാ. മനസ്സിലായി ചേച്ചി. ബുദ്ധിമുട്ടില്ലെങ്കിൽ ഞാൻ കുറച്ചു കഴിഞ്ഞ് തിരിച്ചു വിളിച്ചാൽ മതിയോ? ചെറിയൊരു തിരക്കിൽപ്പെട്ടിരിക്കുക. ബുദ്ധിമുട്ടുണ്ട്. ബോസ് കുറച്ച് സമയം ഞങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ചേ പറ്റൂ.
ചേച്ചി പറയും. ഞാനിപ്പോ ഒരു ഫോട്ടോ അയച്ചു തരാം. അവൻ ആരാണെന്നും എന്താണെന്നുമുള്ള ഫുൾ ഡീറ്റെയിൽസ് പറ്റുന്നത്രയും വേഗം എനിക്ക് കിട്ടിയിരിക്കണം. മാക്സിമം സമയം 1 അവർ. 1 മണിക്കൂറിനപ്പുറം പോകാൻ പാടില്ല സമയം. ചേച്ചി എന്തെങ്കിലും ഫോട്ടോ അയക്കും. കിട്ടി ചേച്ചി. ഞാൻ അന്വേഷിച്ചിട്ട് വിളിക്കാം. ആ ശരി, പെട്ടെന്ന് വിളിക്കണം കേട്ടോ. ഹലോ. അമ്മേ, ദേ നിൽക്കുന്നവൻ. പോയി വെട്ടിക്കീറവനെ. അല്ലെങ്കിൽ വേണ്ട, ഞാൻ തന്നെ ചെല്ലാം. ഇവരെന്താ ഒരുമിച്ച്? ആരെയായിരിക്കും വണ്ടി ഇടിച്ചത്? ബ്രോ, ശ്യാമയുടെ ആരാ? എന്റെ ഭാര്യ ശ്യാമ. അവളെ ഈ കായൽ തീരത്തേക്ക് കൊണ്ടുവന്നാലെന്നൊരു ആലോചന. ഇവിടെ ജീവിക്കേണ്ട പെണ്ണ ബ്രോ അവള്. കായൽ റാണിയായി. അല്ല, നിങ്ങൾക്കെങ്ങനെ അറിയാം ശ്യാമേ? വിഷ്ണു ആശാനില്ലേ, പുള്ളി എനിക്ക് വേണ്ടപ്പെട്ട ആളാ. ആശാൻ ഫാമിലിയായിട്ട് ഞങ്ങളുടെ നാട്ടിൽ പിക്നിക്കിന് വന്നായിരുന്നേ. അന്ന് കണ്ടുള്ള പരിചയം ആശാനെ. അമ്മേ, എന്തപ്പ ചെയ്യാ? അവനെ വെറുതെ വിടാന്നാണോ? വെറുതെ വിടാനല്ലടി. ഇപ്പൊ അങ്ങോട്ട് ചാടിക്കേറിപ്പോയാ ആർക്കാ നാണക്കേട്? നിന്റെ മുൻ ഭർത്താവാ അവിടെ നിൽക്കുന്നത്. അവൻ വേറൊരു പെണ്ണിനെ കെട്ടി ഒരു കുഴപ്പമില്ലാതെ ജീവിക്കുന്നു. ഇപ്പോ നീ ഇതുപോലൊരു പടുകുഴിയിൽ പോയി വീണു എന്നറിഞ്ഞ അവന് സന്തോഷമാകും. അതുകൊണ്ട് നീ ഒന്ന് വെയിറ്റ് ചെയ്യേ. ബോസാ, ഹലോ ചേച്ചി, ഞാനാ ചന്ദ്രബോസ്. ആ പറഞ്ഞോ ബോസേ. ചേച്ചി അയച്ച ഫോട്ടോ കണ്ടപ്പോ തന്നെ എനിക്ക് ആളിനെ മനസ്സിലായി. എന്നാലും എനിക്ക് തോപ്പുംപടി സ്റ്റേഷനിൽ വിളിച്ചൊന്ന് കൺഫേം ചെയ്യണമെന്ന് തോന്നി. അതാ താമസിച്ചേ. ആളാരാണെന്ന് മനസ്സിലായോ ബോസേ?
നിന്നോട് ഇങ്ങോട്ട് വിളിക്കരുതെന്ന് ഞാൻ പറഞ്ഞതല്ലേ സാറിലെ? ഓർമ്മയുണ്ട്. എന്നിട്ടും വിളിക്കുന്നെങ്കിൽ അത് അത്രയ്ക്കും പ്രധാനപ്പെട്ട കാര്യത്തിനാണെന്ന് വിചാരിച്ചാ മതി. അത്ര എളുപ്പം മുറിച്ചു കളയാവുന്നതല്ല ഭാമേ നമുക്കിടയിലുള്ള ബന്ധം. ഓ, പരസ്പരം വെറുപ്പ് കാട്ടിയാലും ബിസിനസ് ബന്ധങ്ങൾ അങ്ങനെ അങ്ങ് അവസാനിപ്പിച്ചു കളയാൻ പറ്റില്ലല്ലോ. കോടികൾ ഇങ്ങനെ കെട്ടുപിണഞ്ഞ് കിടക്കല്ലേ. അതിൽ എത്രയൊക്കെ വിഹിതം ആരുടെയൊക്കെ എന്ന് തിട്ടപ്പെടുത്തിയെടുക്കാൻ ആഴ്ചകൾ തന്നെ എടുക്കും. ഇത് പറയാനാണോ നീ എന്നെ ഇപ്പൊ ഇങ്ങോട്ട് വിളിച്ചത്? നിനക്കും എനിക്കും അറിയാവുന്ന കാര്യം. നമ്മൾ പരസ്പരം ഒരു ധാരണയിൽ പോകുന്നതാണ് നല്ലതെന്ന് ഞാൻ ഓർമ്മിപ്പിച്ചെന്നേ ഉള്ളൂ. എന്നും ഞാൻ നിന്റെ ഒരു വെൽവിഷറാ. മറ്റൊന്നും പറയാനില്ലെങ്കിൽ ഞാൻ ഫോൺ കട്ട് ചെയ്യാൻ പോവാ. അങ്ങനെ അങ്ങ് വെച്ചിട്ട് പോയാലോ ഭാമേ? നിനക്ക് സന്തോഷം ഉണ്ടാക്കുന്ന ഒരു കാര്യം പറയാൻ വേണ്ടിയാ ഞാൻ വിളിച്ചത്. ആട്ടെ, നിന്റെ ഇളയ മരുമകൾ ക്ഷാമയുണ്ടോ അവിടെ? നിനക്കിതൊക്കെ അറിഞ്ഞിട്ട് എന്താടി കാര്യം? എനിക്കറിഞ്ഞിട്ടൊന്നുമില്ല. പക്ഷേ നിന്റെ അറിവിലേക്ക് ഒരു വിവരം തരാം. ക്ഷാമ ഇപ്പോ കരുണ ഹോസ്പിറ്റലിലുണ്ട്. ഹോസ്പിറ്റലിലോ? അയ്യോ, ഞാനൊന്നും ചെയ്തതല്ല കേട്ടോ. അവള് തന്നെ ഒരു വണ്ടിയുടെ മുന്നിലേക്ക് എടുത്ത് ചാടിയതാ ആത്മഹത്യ ചെയ്യാൻ. ഇത്രയും കേട്ടപ്പോഴേ രക്തം തിളപ്പിച്ച് ആവിയാക്കി കളയല്ലേ ഭാമേ? ഇക്കണക്കിന് ബാക്കി കൂടി കേൾക്കുമ്പോ നീ മൊത്തം പുകഞ്ഞ് ഇല്ലാതാവുമല്ലോ. ശ്യാമ ഒരിക്കലും തന്റെ പിടിയിൽ നിൽക്കില്ല എന്ന് മനസ്സിലാക്കിയ നിന്റെ ദത്തുപുത്രൻ ഒടുവിൽ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായി. ശ്യാമയെ ദീപകിനെ തന്നെ ഏൽപ്പിക്കാനായി അവൻ അവളെയും കൊണ്ട് ഒരു റെസ്റ്റോറന്റിൽ എത്തി. നമുക്ക് പിരിയാം രോഹിത്. പക്ഷെ ദീപകിന്റെ കാര്യമോ? അവനാണെങ്കിൽ ശ്യാമയെ വേണ്ട, വേറൊരു പെണ്ണിനെ കെട്ടാൻ പോകുന്നു. നിന്നെ എനിക്ക് വേണ്ടെന്ന് ദീപക് അവളുടെ മുഖത്ത് നോക്കി പറഞ്ഞതിന്റെ നൊമ്പരത്തിലാ വണ്ടിയുടെ മുമ്പിലേക്ക് അവള് ചാടിയത്. ദേ, നിന്റെ ദത്തുപുത്രനുണ്ടല്ലോ, ഇപ്പൊ ഐസിയുവിന്റെ മുമ്പില് പട്ടിയെ പോലെ കാവല് കിടക്കുന്നു. നിന്റെ മരുമകളെ മേൽപോട്ടെടുക്കുവോ എന്നുള്ള കാര്യത്തിൽ ഇനിയും ഒരു തീരുമാനമായിട്ടില്ല ഭാമേ. അത് തീർന്നു കിട്ടാൻ വേണ്ടി നീ നന്നായിട്ട് പ്രാർത്ഥിക്കും. അല്ലെങ്കിലേ അവൾ ഇനിയും വേലി ചാടും. സത്യഭാമയുടെ മതിൽ ചാടുന്നവൾ ചൈന വൻമതിൽ വരെ ചാടും, ഏത് പ്രായത്തിലും. അതിനൊത്താശ ചെയ്യാൻ നിന്റെ അഴ കുഴമ്പൻ ആ ദത്തുപുത്രനും ഉണ്ടാവും. ഹലോ, ഇയാൾക്ക് എന്നോട് ഒരിക്കലും പൊരുത്തപ്പെടാൻ കഴിയില്ലെന്ന് മനസ്സിലായി. എടോ, എന്റെ അമ്മയുടെ അന്ത്യാഭിലാഷമായിരുന്നു ഞാൻ നല്ലൊരു പെൺകുട്ടിയെ കല്യാണം കഴിച്ച് അവളോടൊപ്പം ജീവിക്കണമെന്ന്. വേറൊരു കല്യാണം കഴിക്കാൻ പറയണം രോഹിത്തിനോട്. ഇനിയുള്ള കാലമെങ്കിലും അവനൊരു പെണ്ണിന്റെ കൂടെ സന്തോഷമായിട്ട് ജീവിക്കണം. പക്ഷെ അവളെ ആ സുസ്മിതന്റെ വെറുതെ വിട്ട് കളയരുത്. സാരമില്ല, പ്രായമായ ഒരു സ്ത്രീയുടെ മോഹമായിരുന്നില്ലേ, അതങ്ങ് വിട്ടേക്ക്. മരിച്ചവരുടെ മോഹങ്ങളെക്കാൾ വലുതാണല്ലോ ജീവിച്ചിരിക്കുന്നവരുടെ ആഗ്രഹങ്ങൾ. ശരിയാ, സുസ്മിതയോടുള്ള പ്രതികാരമായിട്ട് തന്നെയാ തന്റെ കഴുത്തിലാണ് ഞാൻ താലി കെട്ടിയത്. നിന്റെ അമ്മയെ മേൽപോട്ടെടുത്ത പോലെ നിന്റെയോ ശാലിനിയുടെയോ നിങ്ങളോട് ചേർന്ന് നിൽക്കുന്നവരുടെയോ ജീവിതത്തിൽ ഒരിക്കലും സന്തോഷം ഉണ്ടാവില്ല. സന്തോഷിക്കാൻ വിടില്ല ഞാൻ. ഇപ്പത്തെ അവളുടെ കാര്യം കണ്ടില്ലേ, കട്ടപ്പുക. ഇനിയൊരു ജീവിതം ഉണ്ടാവാൻ പോകുന്നില്ല അവക്ക്. അതുപോലെ തന്നെയാ നിന്റെ കാര്യം.
നിന്റെ അമ്മ ചാവുന്നതിന് മുമ്പ് പറഞ്ഞ 2 ആഗ്രഹങ്ങളുണ്ടല്ലോ, അതും ഇനി നടക്കാൻ പോകുന്നില്ല. അതിനുള്ള മറുപടിയായിട്ട് തന്നെയാണോ ഞാൻ ഇയാളുടെ കഴുത്തിൽ താലി കെട്ടിയത്. ഇതാണ് എനിക്ക് നിനക്ക് നൽകാനുള്ള മറുപടി. ശാലിനിയുടെ അനിയത്തിയായി പോയതുകൊണ്ട് ശ്യാമയുടെ ജീവിതമൊന്നും പൊട്ടിത്തകരാൻ പോകുന്നില്ല. പിന്നെ എന്റെ അമ്മയുടെ അന്ത്യാഭിലാഷം, ഞാൻ താലി കെട്ടി ഒപ്പം സമാധാനമായിട്ട് ജീവിക്കാൻ പോകുന്ന പെണ്ണാരാണെന്ന് ചോദിച്ചാ ദാ നിൽക്കുന്നു. പക്ഷേ ഞാൻ തോറ്റുപോയി ശ്യാമേ. അബദ്ധത്തിലാണ് കല്യാണം കഴിച്ചതെങ്കിലും മനസ്സുകൊണ്ട് ആ നിമിഷം മുതല് എന്റെ ഭാര്യയായിരുന്നു ഇയാള്. എന്നോട് പിണക്കവും പരിഭവവും ഒക്കെ കാണിക്കുമ്പോ വിഷ്ണുട്ടാ, ഇതിപ്പോ കുറച്ചു നേരം ആയല്ലോ. ലോകത്തെ ശ്യാമയ്ക്ക് എങ്ങനെയുണ്ട്? എന്താണ് നീ കാണിച്ചേ? ഇന്ന് ഞാൻ വേണ്ട. രോഹിത്തെ ഇടയിൽ കയറരുത്. മാറിയെന്നേ. വേണ്ട ശാലിനി. വേണ്ടാന്ന് വെക്കുന്നതാ ഈ കുഴപ്പം. ഇനി നല്ല തല്ല് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ നന്നാവില്ല. മാറിന്നേ. ശാലിനി വേണ്ടാന്ന്. രോഹിത്തെ മാറാൻ. ശാലിനിയോടല്ലേ പറഞ്ഞ വേണ്ടാന്ന്. ഒരു കണക്കിന് നോക്കിയാലേ ഇയാളെക്കാട്ടും ഭേദം അനിയത്തി. ഇയാളെ എത്ര കാലം എന്നോട് പിണങ്ങിയിരുന്നറിയോ? അല്ല, നമ്മള് പറഞ്ഞതേ ഉള്ളൂ. വേറൊന്നുമല്ല വിഷ്ണുട്ടാ, രോഹിത്ത് പ്രയോഗിച്ച മന്ത്രം അറിഞ്ഞെങ്കിലേ കുറച്ച് ജഗദീപിന് കൂടി പറഞ്ഞു കൊടുക്കായിരുന്നു, സുസ്മിത നേരെയാക്കാനേ. ഓ നന്നാവും. നേരെയോ? സുസ്മിതയുടെ കല്യാണം കഴിഞ്ഞോ? ആ പിന്നെ വരനാരാന്ന് അറിയണ്ട ഇയാൾക്ക്. ദാ നിൽക്കുന്നു. ഇതോ? ഇതൊരു സ്വാമിയല്ലേ? ആ, അന്ന് സ്വാമിയായിരുന്നു, ഇന്ന് സുസ്മിതയുടെ ഹസ്ബൻഡ്. ജീവിക്കാൻ വേണ്ടിയുള്ള ഓരോരോ വേഷം കെട്ടലുകളെ. സുസ്മിതയ്ക്കല്ലെങ്കിലും അത് തന്നെ വേണം. അപ്പഴേ കാര്യങ്ങളെല്ലാം മംഗളമായിട്ട് പര്യവസാനിച്ച സ്ഥിതിക്ക് ഞാനെന്നാ അങ്ങോട്ട് തിരക്കട്ടെ അച്ഛനെ. അപ്പൊ ശരി, അപ്പൊ പോയി പൊളിക്ക്. പിന്നെ എല്ലാത്തിനും ആശാന്റെ ഒരു അനുഗ്രഹം വേണം. ഓ ദീർഘസുമംഗലി ഭവ. വിഷ്ണുട്ടാ, അത് സ്ത്രീകൾക്ക് കൊടുക്കുന്ന അനുഗ്രഹം. അയ്യോ, എന്നൊരു കാര്യം ചെയ്യാം, സുമംഗലൻ ഭവ പോരെ? എങ്ങനെയുണ്ട്? ഓ, എന്നാ പോവാണേ. ഇനിയും കുറച്ചു നേരം കൂടെ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ സുഖപ്രസവത്തിനുള്ള ഫലം കൂടി കിട്ടും. പൊടാ എന്നാ ശരി.
എന്നാലേ ജഗദീപ് പറഞ്ഞ പോലെ നമുക്ക് വീട്ടിലേക്ക് തെറിച്ചാലോ? ആയിക്കോട്ടെ ബ്രോ. ആ പിന്നെ വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു പ്രധാനപ്പെട്ട കാര്യം. ഇത്രയും കാലം കീരിയും പാമ്പും ആയിരുന്നു നിങ്ങൾ രണ്ടാളും. അക്കാര്യം സത്യാമ്മ അറിയാതെ നമ്മൾ ഇത്രയും കാലം നോക്കി. ഒരു വിധത്തില് രക്ഷപ്പെട്ടു എന്ന് തന്നെ പറയാം. എടുത്തോണ്ട് വരാൻ ഇവിടെ ചെന്ന് എടുത്തോണ്ട് വരാൻ. എടുക്കാം, ആ എടുത്തിട്ട് വരാം. ഇനിയിപ്പോ അത് എടുത്തോണ്ട് വരാം അല്ലേ? ആ ചെല്ലേ. ടേബിളിന്റെ അവിടെ നിന്ന് ഞാൻ എടുത്തിട്ട് വരാം. എന്താടാ പോയി എടുത്തോണ്ട് വാ. ഫയല് വല്ല എവിടെയോ ഇവന് മോള് വാ, അവിടെ ചെന്നിരിക്കെ. ഇങ്ങോട്ട് വാ. അധിക സമയം ഇങ്ങനെ ഇവിടെ നിൽക്കണ്ട. ഉം? ഈശ്വര, വിഷ്ണുട്ടൻ എവിടെ പോയി റിപ്പോർട്ട്സ് സംഘടിപ്പിക്കുമെന്നോ? എന്റെ ദൈവമേ, ഇനി ഷാലിനിക്ക് മെഡിക്കൽ റിപ്പോർട്ട്സ് എങ്ങനെ ഉണ്ടാക്കുക? സോറി പെങ്ങളെ, ഒരു അത്യാവശ്യമുള്ളതുകൊണ്ട്. സത്യാമ്മയുടെ മനസ്സ് നിറഞ്ഞു. ആ കുട്ടിക്ക് ഈ ജന്മം ഒരു കുഞ്ഞിനെ പ്രസവിക്കാനുള്ള ശേഷിയില്ല. അവർക്ക് ഡിസ്ചാർജ് കൊടുത്തേക്കാം. എനിക്കറിയാവുന്നവരാ അവര്. അങ്ങനെ തുറന്നു പറയണോ ഡോക്ടർ? ആ പെൺകുട്ടിയും ഭർത്താവും തകർന്നു പോവും. പിന്നെ വീട്ടുകാര് അവരെനിക്ക് പേഴ്സണലായിട്ട് അറിയാവുന്നതുകൊണ്ട് പറയുക.
മകനൊരു കുട്ടിയെ പ്രതീക്ഷിച്ച അവരവന്റെ കല്യാണം നടത്തിയത് തന്നെ. അത് നടക്കില്ല എന്നറിഞ്ഞ അവരാ പെൺകുട്ടിയെ ഉപേക്ഷിക്കാൻ വരെ സാധ്യതയുണ്ട് ഡോക്ടർ. അതെ, എന്ന് കരുതി അവരുടെ മനസമാധാനത്തിന് വേണ്ടി ഞാൻ കള്ളം പറയണോ? അങ്ങനെ പറഞ്ഞാൽ ആ സന്തോഷം നീണ്ടു നിൽക്കുമോ? ഒരു ഡോക്ടർ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യം അത്. എക്സ്ക്യൂസ് മീ. യെസ്. ഒന്ന് മാറി. ഡോക്ടർ, ഇതെന്റെ മരുമകളുടെ ടെസ്റ്റ് റിപ്പോർട്ടാ. പക്ഷേ ഇതിൽ ഇവളുടെ പേരില്ല. മരുമകളെന്ന് പറഞ്ഞത് ഇവളാ ശാലിനി. ഞാൻ ഈ കുട്ടിയെ പരിശോധിച്ചെന്നോ? അയ്യോ, അത് ഈ ഡോക്ടറല്ല. ആ സമയത്ത് ഈ റൂമിൽ വേറൊരു ഡോക്ടറായിരുന്നു അല്ലേ ഡോക്ടറെ? ആ സമയത്ത് വേറെ ഡോക്ടറായിരുന്നില്ലേ അല്ലേ? ഞാനിപ്പോ എന്താ ചെയ്യേണ്ടത്? ഈ കുട്ടിയെ ചെക്കപ്പ് ചെയ്യണോ? ഡീറ്റെയിൽഡ് ആയിട്ട് ചെക്കപ്പ് ചെയ്യണം. ഓക്കെ, ടെസ്റ്റ് ചെയ്യാം. നിങ്ങളൊക്കെ ഒന്ന് പുറത്തേക്ക് നിൽക്ക്. ശരി, വാ രോഹിത്. എന്താ ചെയ്യുക? എന്തുവാടാ ഇത്? ഒന്നുമില്ല അമ്മ, ഞാൻ ടെൻഷനിലേ. അമ്മ ഇരിക്കണം. എന്താടാ? വല്ലാത്ത ടെൻഷൻ. ടെസ്റ്റ് റിസൾട്ട് പോസിറ്റീവ് ആണ്. ശാലിനി ഗർഭിണിയാണ്. നിങ്ങളൊക്കെ ഒന്ന് പുറത്തേക്ക് നിൽക്ക്. ശരി, വാ രോഹിത്. ഈ കുട്ടിയെ റൂമിലേക്ക് കിടത്തു. വരൂ. ഡോക്ടറെ ഒന്ന് സഹായിക്കണം. ഡോക്ടറെ, അപ്പോൾ ശാലിനി പ്രഗ്നന്റ് എന്നുള്ള റിപ്പോർട്ട് വരാൻ പറ്റുമോ? ഒന്ന് സഹായിക്കണം ഡോക്ടർ. ജീവിത പ്രശ്നം വേറെ ഒന്നും വിചാരിക്കില്ലേ? എന്താണോ ഇത്? ഡോക്ടർ ഒന്ന് രക്ഷിക്കണം. അതെല്ലാം പറഞ്ഞ പോലെ പറഞ്ഞാതെ പറയണേ. ഓക്കെ. അല്ല, ഇയാള് വെച്ചോ ഡോക്ടർ. ഒരു റിപ്പോർട്ട് കൊടുക്കുന്ന കാര്യമല്ലേ ഉള്ളൂ. താങ്ക്സ് ഡോക്ടർ. മാറടാ. എടാ മാറടാ അങ്ങോട്ട്. എടാ, ഓ, ആയിക്കോട്ടെ, ആയിക്കോട്ടെ. നിന്നോട് പറഞ്ഞത്. രക്ഷപ്പെട്ട്. എന്റെ പൊന്ന്, അവസാനം എന്റെ ആഗ്രഹം സാധിച്ചു തന്നു.
ഈ ബിരിയാണി കഴിച്ചു കഴിഞ്ഞാൽ എനിക്കൊരു മയക്കം പതിവുള്ളതാ. ഞാൻ മുകളിലേക്ക് പോവാണേ. അയ്യോ എന്റെ മാല. കല്യാണപ്പയ്യെ പോരുന്നു മയങ്ങാൻ. വായു 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 തെച്ചിപ്പൂവേ തിങ്കാശിപ്പൂവേ മച്ചന് ഇപ്പൊ എന്താ അമ്മയൊന്നും മിണ്ടാത്തെ? ഇവൻ നമ്മൾ വിചാരിച്ചതിനേക്കാൾ സൂത്രശാലിയും അപകടകാരിയുമാണ് മോളെ. ബുദ്ധി കൊണ്ട് വേണം ഇവനെ കൈകാര്യം ചെയ്യാൻ. അമ്മ ബുദ്ധിയും സാരോപദേശമായിട്ട് ഇവിടെ കുത്തിയിരുന്നോ? എന്റെ ജീവിതം പൊട്ടി തകർന്നു പോയിട്ട് അമ്മയ്ക്ക് ഒരു ചൂടും ഇല്ലല്ലേ? എടി ഞാൻ പറയുന്നു. വേണ്ട, ഇനി അമ്മ ഒരു കുന്തം ചെയ്യണ്ട. അല്ല, എന്താ നിങ്ങൾ എല്ലാവരും ഒരുമിച്ച്? അതെന്താ രാഘവേട്ട, ഞങ്ങൾക്കെല്ലാം ഒരുമിച്ച് വന്നൂടെ? അല്ല, 3 പേരും 3 പോയത്, അതുകൊണ്ട് ചോദിച്ചതാ. എന്നാര് പറഞ്ഞു? എങ്ങോട്ട് പോയാലും ഒരിടത്ത് വെച്ച് കൂട്ടിമുട്ടുമല്ലോ. ആ സമയത്ത് ഞാൻ അവിടെ വേണമെന്നായിരുന്നു നിയോഗം. ഭാമേ, എന്താ നീ എനിക്കൂടെ മനസ്സാന്തരയിൽ തെളിച്ചു പറ. ഞെട്ടിക്കളയല്ലേ? ദേ, രാഘവേട്ട വീണ്ടും ഒരു മുത്തശ്ശനാവും പോകുന്നു. നമ്മുടെ ഈ തങ്കക്കുടം പണി പറ്റിച്ചു. ആ പിന്നെ പിള്ളേ, മധുരൊന്നും വാങ്ങിക്കാൻ പറ്റില്ല, പോയി വാങ്ങിച്ചോണ്ട് വാ. ഇവിടെ കുറച്ച് ഇരിപ്പുണ്ട് സത്യാമ്മേ. അത് പോരാ, പരിചയക്കാർക്കെല്ലാം വിതരണം ചെയ്യണം. ആ, കുറച്ചധികം വാങ്ങിക്കണം. ഇപ്പൊ തന്നെ വണ്ടി എടുത്ത് പോയിക്കോട്ടോ. ശരി സത്യാമ്മേ. പോടുവാടോ. ഞാൻ അകത്തേക്ക് ചെല്ലട്ടെ സത്യാമ്മ. ശാലിനി, എങ്ങോട്ടാ നീ അങ്ങോട്ട്? ദേ, ജോലി എന്തെങ്കിലും ചെയ്യാനാണെങ്കിൽ ശരിയാക്കും ഞാൻ. പ്രസവം കഴിയുന്നതുവരെ നിന്നെ കിച്ചണിൽ കണ്ടുപോയേക്കരുത്. ഇനി നീ റെസ്റ്റ് എടുത്താൽ മാത്രം മതി. നിനക്ക് വേണ്ടതെല്ലാം റൂമിലെത്തും. ഡാ വിഷ്ണു, നീ ശ്രദ്ധിക്കണം കേട്ടോ. കൊറേ പേരെ വിവരം അറിയിക്കാനുണ്ട്. സന്തോഷം കൊണ്ട് എല്ലാം ഞാനങ്ങ് മറന്നുപോയി. ഞാനൊന്ന് വിളിച്ചു പറയട്ടെ. അല്ല മോനെ, ഈ സമയത്ത് ഇത് അച്ഛാ, സംസാരിക്കാനുണ്ട്. മുട്ടുകാല് രണ്ടും തല്ലി ഓടിക്കണം. വാരിയല്ലുകൾ അടിച്ച് തകർത്ത് ഇഞ്ച പരുവാക്കണം. ഇപ്പൊ എന്റെ റൂമിൽ കയറി ചക്രവർത്തിയെ പോലെ മലർന്ന് കിടക്കുന്നവൻ ജീവിതത്തിൽ ഇനി നിവർന്ന് നിൽക്കരുത്. പുഴുവരിച്ച് പട്ടിയെ പോലെ ചാവണം. എങ്ങനെയുണ്ട് മോളെ? സത്യത്തിൽ നിന്നെ ഞാൻ തിരിച്ചറിഞ്ഞില്ലല്ലോ മോളെ. നീ പോലീസിലോ ആർമിയിലോ മറ്റേ ചേർന്നിരുന്നെങ്കിൽ ഈ രാജ്യത്തിന് തന്നെ ഒരു മുതൽക്കൂട്ടായനെ. താങ്ക്സ് ചിറ്റപ്പ.
എന്നാ ഇനി അവന്റെ മുഖതാവലൊന്ന് കണ്ടേക്കാം. ബോസേ, അതെ, ഇവിടെ വെച്ച് തല്ലും ബഹളമൊന്നും വേണ്ട. ആ, എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഇവിടുന്ന് കൊണ്ടുപോയിട്ട് മതി. അക്കാര്യത്തിൽ എനിക്ക് ഉറപ്പൊന്നും തരാൻ പറ്റില്ല ചേച്ചി. ഇവിടെ കയറി അവൻ കാണിച്ച വൃത്തികേടിന് ഇപ്പോഴും എന്റെ ചോര വിളച്ചോണ്ടിരിക്കുക. മുന്നിൽ കാണുമ്പോഴേ ഞാൻ രണ്ടെണ്ണം പൊട്ടിക്കും. എന്നിട്ട് ചോദ്യം പറഞ്ഞില്ലേക്കേ ഉള്ളൂ. അമ്മ അങ്ങനെയൊക്കെ പറയും. അവൻ പട്ടിയെ പോലെ കിടന്ന് തല്ലുള്ളെന്ന് എനിക്ക് കാണണം. നിലത്ത് കിടന്ന് അവൻ എഴയണിച്ചിട്ടപ്പാ. എന്റെ കാല് പിടിച്ച് സമസ്താപരാധം പറയിച്ചിട്ടേ ചിറ്റപ്പൻ അവൻ ഇവിടുന്ന് കൊണ്ടുപോവാം. അതൊക്കെ ഈ ചിറ്റപ്പൻ ഏറ്റുപോളെ. ചിറ്റപ്പൻ വന്നേ. നാത്തിന്റെ മോനെ, എന്റെ പൊന്നു ബോസാറെ, ഞാൻ ബോസാറിന്റെ കുടുംബത്തിൽ കയറി കളിച്ചിട്ടില്ല. കളിക്കാൻ പോകുന്നേ ഉള്ളൂ. എന്താണോ പറഞ്ഞ? സാറിന്റെ കുടുംബത്തിൽ കയറി കളിക്കാൻ പോകുന്നേ ഉള്ളൂ. ഒരു സെക്കൻഡ്. ആ തന്നെ, ഈ കോൾ സാറിനുള്ളതാണ്. എടാ, ഒരു പോലീസുകാരൻ കയറി വരുമ്പോ സുപ്പീരിയർ ഓഫീസറെ കൊണ്ട് വിളിപ്പിച്ച് കേസ് ഒത്തീർപ്പാക്കുന്ന ഈ പതിവ് പരിപാടി ഉണ്ടല്ലോ. സംസ്ഥാന പോലീസ് മേധാവിനെ നേരിട്ട് എന്ന് പറഞ്ഞാലും ചന്ദ്രബോസ് ഈ കേസ് കോംപ്രമൈസ് ആക്കില്ല. തീ കൊണ്ട് കളിച്ച എങ്ങനെയിരിക്കുമെന്ന് നീ അറിയണം. സാറേ, ഇത് സാറിന്റെ സുപ്പീരിയർ ആണോ ഇൻഫീരിയർ ആണോ എന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും സാറിന് വളരെ വേണ്ടപ്പെട്ട ഒരാളാണ്. ഒച്ചയും ബഹളമൊന്നും കേൾക്കുന്നില്ലല്ലോടി. ചിലപ്പോഴേ ബെഡ്ഷീറ്റ് ചുരുട്ടി വായിൽ തിരികെ കുനിച്ചു നിർത്തി ഇടിക്കായിരിക്കും അമ്മേ. പോലീസുകാരുടെ അങ്ങനെ ഒരു ഐറ്റം ഉണ്ട്. ശബ്ദം വെളി കേക്കില്ല. എന്ത് കാണിച്ചാലും വേണ്ടില്ല, ഇവിടെ കൊന്നിടാതിരുന്നാ മതിയായിരുന്നു. അതെന്താ അമ്മയ്ക്ക് അവനോട് ഇപ്പൊ പെട്ടെന്നൊരു ദയയും സഹാനുഭൂതിയൊക്കെ? ദയയും സഹാനുഭൂതി ഒന്നും അല്ലടി. ശവം പിന്നെ എന്ത് ചെയ്യും? ഓ അങ്ങനെ. ആ ഡാ.